എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസാറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ മെയ് 2026 Wheel of Fortune, Knight of Swords, 8 of Wands, 10 of Swords, 7 of Swords, High Priest. Wheel of Fortune and 7 of Swords എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെയധികം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടേതായിട്ടുള്ളൊരു മാസമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, അത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു സമയമായതുകൊണ്ട് പല കാര്യങ്ങളിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഭാഗ്യമുള്ളൊരു മാസമാണ്. അപ്പോൾ ഭാഗ്യം എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാം. അത് ഈവൻ ലോട്ടറി ലഭിക്കാനുള്ള ഒരു സമയം കൂടിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലോട്ടറി ഭാഗ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യത്തിനുള്ള ലോട്ടറി എടുത്ത് കൂട്ടുന്ന ഒരു കാര്യമില്ല പറയാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ ഉയരത്തിലേക്ക് പോകുന്നൊരു സമയമാണ്. അപ്പോൾ പല കാര്യങ്ങൾ കാലേ കൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ദീർഘവീക്ഷണം വളരെ കൂടുതലാണ്. അപ്പോൾ ദീർഘവീക്ഷണം കൂടുതലാകുമ്പോൾ എന്താണ്, നമ്മളെല്ലാം കാലേ കൂട്ടി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ആയിട്ട് ഇരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാനാകുക, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും സംഘർഷങ്ങളുണ്ടെങ്കിൽ അതിന് വരാൻ സാധ്യത ഇങ്ങനെയുണ്ട്, അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ കാലക്കൂട്ടി ചെയ്തു വയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്നു, സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾ അതായത് ധനത്തിന് പിന്നാലെ ഓടുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ലോട്ടറി എടുത്തു, ചിലപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരാൾ നിങ്ങൾക്ക് ലോട്ടറി എടുക്കുന്ന അവരുടെ അവസ്ഥ കണ്ടിട്ട് പെട്ടെന്ന് എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ആ ഒരു ഇതിന് ഒരു ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു മാസമാണ്. പിന്നെ ആദ്യം തന്നെ മനസ്സിലിപ്പോൾ ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് സെഷനിൽ മാസത്തെ വീഡിയോ ഇപ്പോൾ ഇട്ടു, അടുത്ത മാസം ആയിട്ട് പോലും ഇല്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ചില ആളുകൾ ജീവിതത്തിൽ ഇങ്ങനെയൊന്നുമല്ല, ഇതൊന്നുമല്ല ശരി, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും. ചില ആളുകൾ ഓൾറെഡി പറയും ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ മൈൻഡ് സെറ്റ് ഓൾറെഡി ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും എത്ര നല്ലൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അത് നിങ്ങളിലേക്ക് എത്തില്ല. ഇനി അഥവാ എത്തിയാൽ തന്നെ അത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. കാരണം നിങ്ങൾ ഒരിക്കലും അപ്രീഷിയേറ്റീവ് അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യം എല്ലാട്ടും ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ മൈൻഡ് സെറ്റിൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അഥവാ സാമ്പത്തികം വന്നാലും അത് ആസ്വദിക്കാൻ തന്നെ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ വരുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് ആങ്സൈറ്റി കാണിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ കാര്യം, ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിനും ഒരു വിശ്വാസമില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരേ സമയം തന്നെ ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സൂക്ഷിക്കേണ്ട സിറ്റുവേഷൻ. കാരണം ഒത്തിരി അധികം ധനം എത്തുമ്പോൾ നിങ്ങൾ അത് അനാവശ്യമായിട്ട് പൊടിച്ച് കളയുന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് ധനം എത്തുമ്പോൾ ഒരേ സമയം തന്നെ നമ്മൾ പറയില്ലേ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമുക്ക് മുകളിലിരിക്കുന്ന ആൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ തരുന്നുണ്ട്, പക്ഷേ നമ്മളത് കാണാതെയാണ് അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൊസിഷൻ, നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് സംരക്ഷിക്കേണ്ട നിങ്ങളുടെ മാത്രമാണ് ഉത്തരവാദിത്തമാണ്. നമ്മളത് വളരെ അശ്രദ്ധയായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാം. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി, ഇതൊന്നും എനിക്ക് സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അഥവാ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തിയാലും ആ ഒരു നെഗറ്റിവിറ്റി കാരണം അത് നിങ്ങളിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നെഗറ്റിവിറ്റി മാറ്റുക, പോസിറ്റീവ് ആവുക, ഗ്രാറ്റിറ്റ്യൂഡ്, അതായത്
എന്തിനും നന്ദി പ്രകടിപ്പിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പ്രകടിപ്പിക്കുക, നന്ദി മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് 10 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഒരു സമ്മിങ് അപ്പാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ. പലതിൻ്റെ ഒരു പര്യവസാനം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ഷോക്ക്, ഒരു റിലീഫൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. ഷോക്ക് എന്ന് പറയാൻ കാരണം നെഗറ്റീവ് രീതിയിലല്ല, കാരണം അതൊരു ഷോക്കാണ്, ഫൈനലി ഇത് കഴിഞ്ഞോ എന്നുള്ള രീതിയിൽ. അതോടൊപ്പം തന്നെ ഒരു റിലീഫും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണെങ്കിലും അത് കഴിഞ്ഞല്ലോ എന്നുള്ളതിൻ്റെ ഒരു സമാധാനം, ആ ഒരു സങ്കടത്തെക്കാൾ കൂടുതൽ അത് തീർന്നല്ലോ എന്നുള്ളൊരു മനസ്സമാധാനമാണ് ഇവിടെ കൂടുതൽ നിലനിൽക്കുന്നത്. കാരണം ഇവിടെ ഒത്തിരി ഡ്രാമയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം, കാരണം ഇവിടെ ഒരു ഡിവോഴ്സ് ആവാം. കാരണം ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സങ്കടം ഉണ്ടാവും സിറ്റുവേഷൻസ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ 100 ഭേദം ഡിവോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാം. ഇനി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ലൈഫ് മൊത്തം ഒരു നെഗറ്റിവിറ്റി ആണെന്നുള്ളൊരു ഫീലിംഗ് എന്നുള്ളൊരു സമാധാനം. അപ്പോൾ ഈ ഒരു എനർജി ഉണ്ട്. പിന്നെ ഇത് പറയാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വീട് മാറുന്ന എനർജി ഉണ്ട്. അപ്പോൾ പാരൻസ്, ഇൻലോസും നിങ്ങളും തമ്മിൽ ഒത്തുപോകാത്ത എനർജി. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം എന്നുള്ളത്. അത് ഒരേ സമയം തന്നെ ഒരാൾക്ക് കുറച്ചൊരു സങ്കടവും മറ്റേ ആൾക്ക് പൂർണ്ണമായിട്ടും സമാധാനമുള്ള ഒരു സിറ്റുവേഷൻ ആവാം. എന്തായാലും വോക്ക് അവേ ചെയ്യുന്നൊരു എനർജിയാണ്, എൻഡിങ് ഫേസ് ആണ്. അപ്പോൾ അതുവരെയുള്ളതിൽ നിന്ന് ഇപ്പോൾ വീട് മാറി താമസിക്കുന്നു, ഒരു സമാധാനവും സ്വസ്ഥവും ഉള്ളൊരു ജീവിതത്തിലേക്ക്. എന്താണോ നിങ്ങൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഫൈനലി റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് അധികം ഇങ്ങോട്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കൺഫ്രണ്ടേഷന് അല്ലെങ്കിൽ വഴക്കിന് പോവാതിരിക്കുക. കാരണം ആ വഴക്ക് പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ വലിച്ചഴയ്ക്കും. നിങ്ങളവിടെ നിൽക്കുകയാണെങ്കിൽ അതിലേക്ക് വലിച്ചഴയ്ക്കപ്പെടും. അപ്പോൾ നിങ്ങളറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ തുടങ്ങി വരുമ്പോഴേ മനസ്സിലാക്കുക ഇതൊരു ഡ്രാമയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തൽക്കാലത്തിന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറുക. അതിനുള്ള മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ, അല്ലാത്ത പക്ഷം നിങ്ങൾ അതിലേക്ക് തന്നെ വലിച്ചഴയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് ഇൻ ഹൈ പ്രീസ്റ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം നിങ്ങൾ ആരോടാണ്, എന്തിനോടാണ് ഏറ്റുമുട്ടുന്നത്, അല്ലെങ്കിൽ ആർക്ക് വിത്ത് ഹൂം യു ആർ ഡീലിംഗ് വിത്ത്, അല്ലെങ്കിൽ ആരായിട്ടാണ് ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ പക്വതയില്ലാതെ അതിലേക്ക് പോവാതിരിക്കുക. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പൊതുവെ എന്ന് പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടെന്നുള്ളത്. അതൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ ആത്മീയതയിലേക്ക് വരുന്നതാവാം. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പണത്തിന് പുറകെ എങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ ആത്മീയതയിലേക്ക് നിങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു, ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ ചില ആളുകൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഒക്കെ, അങ്ങനത്തെ ഒരു ചില സ്ഥാപനങ്ങളുണ്ടായിരിക്കാം. അതുപോലുള്ളതിൽ അതിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, നിങ്ങളുടെ ബോഡി, മൈൻഡ്, സോൾ എല്ലാത്തിനും ഒരു തൃപ്തി തരുന്ന, ഒരു മനസ്സമാധാനം, ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു കരിയർ പാത്ത് ചില ആളുകൾ കരിയർ പാത്ത് എന്ന് പറയുമ്പോൾ ഫിലോസഫി അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി ആയിട്ട് അടുത്ത് നിൽക്കുന്ന തിയോളജി, അതായത് ദൈവികവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, ഫിലോസഫിക്കലായിട്ടുള്ളത്, അല്ലെങ്കിൽ മനസ്സ് സംബന്ധിക്കുന്ന ഇപ്പോൾ സൈക്കോളജി, അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി ഫിസിയോതെറാപ്പി പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് വൺസ് എനർജി, 7 ഓഫ് സോഡ്സ് എനർജിയാണ്. യാത്രകൾ കാണിക്കുന്നുണ്ട്. യാത്രകൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ യാത്ര പ്ലാൻ ചെയ്യുക, നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം യാത്ര പോകാൻ. കാരണം ഈ ഒരു മാസം എന്ന് വെച്ചാൽ സാധാരണ നിങ്ങൾ അധികം പ്ലാൻ ചെയ്യാതെ യാത്ര പോകുന്ന ആളുകളാണ്. പെട്ടെന്നുള്ള യാത്രയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. എല്ലാം വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു സമയത്ത് പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചധികം അലച്ചിലുണ്ടാവേണ്ടി, കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും ഈ ഒരു യാത്ര.
ചില കാര്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് യാത്രയിൽ പ്ലാൻ ചെയ്തിട്ടല്ല എങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, അവിടുത്തെ സാഹചര്യം, അവിടുത്തെ ചുറ്റുപാട് മനസ്സിലാക്കാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഫ്രീ എന്ന് വെച്ചാൽ ഒരു ഫ്രീഡം, അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ സ്ഥലകാല ബോധം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.